വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ അമ്മമാരുടെ പാട്ടും ഒക്കെ കൂടിയുള്ള ഒരു ചെറിയ വീഡിയോ ആണ്. ചലമമ്മയുണ്ട്, രാധാമണി അമ്മയുണ്ട്, ഭാനുമതി അമ്മയുണ്ട്, ശാന്തയമ്മയുണ്ട്. അപ്പം എല്ലാവരും കൂടിയുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ്. കൂടെ ഞാനും ഉണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. എങ്കിലേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി തരും. അപ്പം നമുക്ക് നേരെ എന്തായാലും വീഡിയോയിലേക്ക് പോവാം. രാധാമണിയമ്മ ഒരു പാട്ട് പാട്. ചലമമ്മ ഉറങ്ങുവാന്നോ? ഉറക്കത്തില്ല, വാ ഉറക്കുവാ. താമരക്കുണ്ടിലല്ലോ മമ ഹൃദയം താതാനി സംഗീത മധു പകരൂ. താമരക്കുണ്ടിലല്ലോ മമ ഹൃദയം താതാനി സംഗീത മധു പകരൂ. എങ്ങനെ എടുക്കും ഞാൻ, എങ്ങനെ ഒഴുക്കും ഞാൻ, എങ്ങനെ നിന്നാജ്ഞ നിറവേറ്റും ദേവാ ദേവാ ദേവാ. താമരക്കുമ്പിളല്ലോ മമ ഹൃദയം താതാനി കൽപ്പനയാൽ പൂവനം തന്നിലൊരു മധുരപ്പൂവായി പിരിഞ്ഞു ഞാൻ. പൂവനം തന്നിലൊരു മധുരപ്പൂവായി പിരിഞ്ഞു ഞാൻ. പൂമണമില്ലല്ലോ പൂന്തേനുമില്ലല്ലോ, പൂജയ്ക്കു നീ എന്നെ കൈക്കൊള്ളുമോ? പൂമണമില്ലല്ലോ പൂന്തേനുമില്ലല്ലോ, പൂജയ്ക്കു നീ എന്നെ കൈക്കൊള്ളുമോ? ദേവാ ദേവാ ദേവാ. താമരക്കുമ്പിളല്ലോ മമ ഹൃദയം താതാനി കൽപ്പനയാൽ പൂമല ശിശുവിൻ്റെ രോദനം കേട്ടു പന്തളേശൻ. കാനന ശലഭത്തിൽ കണ്ടെത്തി വാസന്ത കാകളിൽ നിറച്ചവൻ നീയല്ലോ. നിത്യസുന്ദരമാമി പുലോകവാടിയിൽ ഉദ്യാന പാതകൻ നീയല്ലോ. നിത്യസുന്ദരമാമി പുലോകവാടിയിൽ ഉദ്യാന പാതകൻ നീയല്ലോ. ദേവാ ദേവാ ദേവാ. താമരക്കുമ്പിളല്ലോ മമ ഹൃദയം താതാനി സംഗീത മധു പകരൂ. താതാനി സംഗീത മധു പകരൂ. എന്തുവാ ശാന്തമ്മ? ശക്തിയുണ്ട്. കരിമുകിൽ കാട്ടിലെ രജനിതം വീട്ടിലെ കനകാമരങ്ങൾ വാടി കടത്തുവള്ളം രാത്രിയായി രാത്രിയായി. കരിമുകിൽ കാട്ടിലെ രജനിതം വീട്ടിലെ ഒരു വെള്ളമില്ല കാരി കടത്തു വള്ളം യാത്രയായി. ഇനിയൊന്നു നമ്മൾ ബാക്കിയെന്താ ഒരുപാട് പാട്ട് മറന്നുപോയി. ഞാൻ പാടാം. എനിക്ക് ഒരുപാട് കരിമുകിൽ കാട്ടിലെ രജനിതൻ വീട്ടിലെ കനകാംബരങ്ങൾ വാടി കടത്തുവള്ളം യാത്രയായി യാത്രയായി. കരയിൽ നീ മാത്രമായി കരയുന്ന രാക്കിളിയെ തിരിഞ്ഞൊന്നു നോക്കിടാതെ. കരയുന്ന രാക്കിളിയെ തിരിഞ്ഞൊന്നു നോക്കിടാതെ.
ചന്ദ്രലേഖ മടങ്ങുന്നു പള്ളി തേര് കരിമുകിൽ കാട്ടിനെ ജനനിതൻ വീട്ടിനെ കനകാംബരങ്ങൾ വാടി കടത്തുവള്ളം യാത്രയായി യാത്രയായി കരയിൽ നീ മാത്രമായും ഇനിയെന്നു കാണും നമ്മൾ തിരുമാല നോക്കിടാതെ മധുമാസ ചന്ദ്രലേഖ മടങ്ങുന്നു പള്ളി തേര് മധുമാസ ചന്ദ്രലേഖ മടങ്ങുന്നു പള്ളി തേര് കരിമുകിൽ കാട്ടിലെ ജനനിതൻ വീട്ടിലെ കനകാംബരങ്ങൾ വാടി കളത്തുവള്ളം യാത്രയായി യാത്രയായി കരയിൽ നീ മാത്രമായി അതൊരു പിന്നെന്തോ ഞാൻ ഓർത്തെടുക്കട്ടെ 2 പാട്ടുകളുണ്ട് മനസ്സിലിങ്ങനെ കൊച്ചുങ്ങാടി പോയ വെളുപ്പുറത്തിൽ പോയ പാട്ടുകളും ഗുരുവായൂരൊക്കെ പോയതും ഞാൻ ഗുരുവായൂരാണ് സിനിമ പാട്ടുകൾ മിണ്ടാരി ഗുരുവായൂർ കാര്യം ആര് പറഞ്ഞു അവർ തിരുവാതിരയുടെ കാര്യം പറഞ്ഞു ഇനി ഏതായാലും പാട് പാടടാ നിങ്ങൾ പാടും നിങ്ങൾ പാടടാ പാടും ഒരുപാട് മാറ്റം മറന്നു പോയതാണ് കൂടെ പാടും ഇന്നലെ അങ്ങനെ നമ്മൾ പ്രായമാകുമ്പോൾ എല്ലാം മറവിയാ കായാമ്പൂ കണ്ണിടരും കമലദളം കവളിടരും അനുരാഗവതി നിൻതൊഴികളിലും നാലിപ്പഴം പൊഴിയും കായാമ്പൂ കണ്ണിടരും കമലദളം കവളിടരും അനുരാഗവതി നിൻതൊഴികളിലും നാലിപ്പഴം പൊഴിയും നിന്നെ കുറിച്ചു ഞാൻ പാടിയ പാട്ടിന് നിരവധി ഓളങ്ങൾ നിന്നെ കുറിച്ചു ഞാൻ പാടിയ പാട്ടിന് നിരവധി ഓളങ്ങൾ നിന്മനോരാജത്തെ നീലക്കടമിൽ നിന്മനോരാജത്തെ നീലക്കടമിൽ എൻ്റെ ഈ കളിത്തോണി കെട്ടിയിട്ടു എൻ്റെ ഈ കളിത്തോണി കെട്ടിയിട്ടു സഖി കെട്ടിയിട്ടു കായാമ്പൂ കണ്ണിൽ നിടരും കമലദളം കവളിരിയും അനുരാഗവതി അനുരാഗവതി നിന്നെ കുറിച്ചു ഞാൻ ആലിംഗനം പകരും പൊന്നരഞ്ഞാണം ഭൂമിക്കു ചാട്ടും പുഴയുടെ ഏകാന്ത പുളിനത്തിൽ പൊന്നരഞ്ഞാണം ഭൂമിക്കു ചാട്ടും പുഴയുടെ ഏകാന്ത പുളിനത്തിൽ നിൻമൃദു സ്നേഹത്തിലിന്തജാലം കണ്ട് നിൻമൃദു സ്നേഹത്തിലിന്തജാലം കണ്ട് നിത്യവിസ്മയവുമായി ഞാനിറങ്ങി നിത്യവിസ്മയവുമായി ഞാനിറങ്ങി സഖി ഞാനിറങ്ങി കായാമ്പൂ കണ്ണിൽ നിരിയും കമലദളം കവളിൽ വിടരും അനുരാഗവതി നിൻതൊടികളിൽ നാലിപ്പഴം പൊഴിയും കായാമ്പൂ കണ്ണിൽ നിരിയും കമലദളം കവളിൽ വിടരും നിങ്ങൾ പാടും പാടാൻ ഓർത്തെടുക്കാം ഓർക്കുന്നു ഒരുപാട് പാട്ടുകളുണ്ട് നമ്മുടെ പ്രായം ചെന്ന് വരുമ്പോൾ നമ്മൾ പല പാട്ടുകൾ ഓർത്തിരിക്കുന്നതെല്ലാം മറക്കും ഒന്നും മറക്കത്തില്ല മറക്കും ഈ വേദനയോടൊക്കെ ആകുമ്പോഴാണ് ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ എനിക്കെല്ലാം നല്ല ഓർമ്മയുണ്ടല്ലോ അതുപോലെ ആണോ ഇത് വീണ നമ്പരം തപ്പിയ ആള് പിന്നെ ഞാൻ എവിടെല്ലാം വീഴുന്നു
എൻ്റെ പ്രശാന്ത മോൻ്റെ ജോലി എന്നെ പിടിച്ച് പോക്ക്. കായിലരികത്ത് വലയെറിഞ്ഞപ്പോൾ വളകിളിന്ന് പെണ്ണ് കെട്ടി പാട് നിങ്ങൾ എനിക്കുണ്ട് പെണ്ണ് കെട്ടിന് പെണ്ണ് കെട്ടിന് കുറി എടുക്കുമ്പോൾ ഒരു ഞറുക്കിന് ചേർക്കണേ കണ്ണിനാണെൻ്റെ കരളിലൊരു എണ്ണ കത്തിയ നൊമ്പരം കയറ് പൊട്ടി ഇതിന് ബാക്കിയില്ല. നീ ഇവിടുന്ന് അപ്പുറത്ത് ചെല്ലുമ്പോൾ എല്ലാം ഓർക്കും. അങ്ങോട്ട് ഇരിക്കുമ്പോൾ പിടിക്കത്തില്ല. വണ്ടി പിടിച്ചാണോ ശാന്തമ്മ വരുന്നത്? ഇങ്ങോട്ട് വരുന്നു. ഇച്ചിരി തൂക്കാനുണ്ട് പോട്ടെ അപ്പുറം. ഉറങ്ങുമായിരുന്നോ? ചായ കുടിച്ചോ? ശാന്തമ്മ ചായ കുടിച്ചോ? കടയിലോട്ട് വിളിക്കാം. തുള്ളിത്തുള്ളി ഇറങ്ങി വേനെ തുള്ളിത്തുള്ളി ഇറങ്ങിപ്പോയത്. തുള്ളിത്തുള്ളി തുള്ളിത്തുള്ളിയാണോ പേൻ പോകുന്നത്? അത് പോയി. തുള്ളി വന്നു. ഇന്നിനി മൊത്തം അതിനെ പറ്റി പറയും. ഇന്നത്തേക്കുള്ളതായിട്ട് എന്റെ കൈയൊക്കെ നോക്കി അറിയാവോ നോക്കട്ടില്ലല്ലോ. കൈ നോക്കുമായിരുന്നു. ചെങ്ങന്നോ അമ്പലത്തിൽ എന്നോ കൈ നോക്കുക. രേഖയിലെ കൈരേഖ തെളിഞ്ഞു വരുന്നുണ്ട് കേട്ടോ. നമുക്ക് കൈരേഖയൊക്കെ തെളിയുന്നുണ്ട്. സ്വല്പം തെളിയാനുമുണ്ട്. അത് സാരമുള്ളതല്ല. രേഖ തെളിഞ്ഞു വരുന്നുണ്ട്. കാലം മാറി വരുന്നുണ്ട്. അത് അടുത്തടുത്ത് വരുക. നാഗദൈവങ്ങൾക്ക് വഴിപാട് ചെയ്യണേ. എന്നാലും ഞാൻ പറഞ്ഞത് ചെയ്യണമെന്ന്. ധർമ്മദൈവങ്ങളുടെ സ്ഥാനത്ത് മാതാവിൻ്റെ കുലസ്ഥാനവും പിതാവിൻ്റെ അമ്മയുടെ കുലസ്ഥാനവും നാഗങ്ങൾക്ക് വഴിപാട് ചെയ്യും. രണ്ട് കുടുംബത്തിൻ്റെ അടുത്ത ശേഷം ഗണപതി ഹോമം നടത്തണം. അപ്പം ആ സ്ഥാനത്ത് നിന്ന് ഇങ്ങോട്ട് വരും. ദേഹം ക്ഷേത്രം ശരീരമാണ്. ക്ഷേത്രജ്ഞൻ ആത്മാവ് ഈശ്വരനാണ്. അവിടെ ആ രണ്ട് കുലസ്ഥാനത്തും സർപ്പങ്ങൾക്ക് വഴിപാട് ചെയ്യണം കേട്ടോ. എന്നിട്ട് മണ്ണാറശാലോ ഇട്ടിക്കോട്ടോ പോവുകയും വേണം. ഇവിടെ രണ്ടിടത്തും പോയി അവിടെ നാഗൻ നെയ്വിളക്ക് കത്തിക്കണം. ഓരോ വീതം കത്തിക്കണം. എന്നിട്ട് നാഗട്ടറയെ വണങ്ങണം. കൈ രണ്ടും പൊക്കി നഖങ്ങൾ അമ്മയുടെ ദൈവം. അത് ധർമ്മദൈവം. ക്ഷേത്രം ശരീരമാണ്. ക്ഷേത്രജ്ഞൻ ആത്മാവാണ്. ആത്മാവ് ഈശ്വരനാണ്. ആ ഈശ്വരൻ സർപ്പമാണ് കേട്ടോ. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ എല്ലാ വഴിയും തെളിഞ്ഞിരിക്കും. വല്ല ജോലിക്ക് വല്ല സാധ്യത ഉണ്ടായിരുന്നു? ജോലിക്കല്ല സാധ്യത കൂടി വരും. പിന്നെ വിവാഹം പറഞ്ഞു നടക്കത്തില്ല. അച്ഛനും അമ്മയുടെ അഭിപ്രായം നടക്കുള്ളൂ കേട്ടോ. നമ്മൾ പറഞ്ഞ നടക്കുക. അപ്പൊ ജോലിയൊന്നും ഇപ്പോഴില്ലയോ? ജോലി ഭർത്താവിൽ നിന്ന് ജോലി എല്ലാം കിട്ടത്തുള്ളൂ. അല്ലാതെ കിട്ടത്തില്ലയോ? അല്ലാതെ കിട്ടും. അത് അച്ഛനും അമ്മയ്ക്കും അവിടെ അഭിപ്രായം ധർമ്മദൈവങ്ങൾ സ്വീകരിക്കും. അത് സർപ്പങ്ങൾക്ക് ഒരുപാട് ചെയ്യണം. കുലസ്ഥാനത്തെ സർപ്പങ്ങൾക്ക്. ഞാനിപ്പോഴേ ടീച്ചർ ആവാൻ പഠിച്ചോണ്ടിരിക്കുക. പഠിക്കേ. അതാ ജോലി വല്ലതും കിട്ടുമോന്ന് ചോദിച്ചത്. ഭർത്താവിൽ കൂടെ അത് സാധ്യമാവും.
കുറച്ചുകൂടെ കഴിയട്ടെ. ഇപ്പോഴേ വേണ്ട, പഠിച്ച് തീർക്കാം കേട്ടോ. പഠിച്ച് തീർക്കാം. അതിന് സമയമാകുമ്പോൾ അതിന് അനുരൂപനായ ഒരു ഭർത്താവ് അദ്ദേഹത്തിൽ നിന്ന് കാര്യങ്ങൾ നടന്നു കിട്ടും. പഠിത്തം ഇപ്പൊ ജൂൺ ആകുമ്പോ തീരുമ്പോൾ അതിന് അനുരൂപനായ ഒരു ഭർത്താവ് കിട്ടും. അത് അച്ഛനമ്മമാരുടെ ധർമ്മദൈവ സ്ഥാനത്തുനിന്ന് സർപ്പങ്ങൾക്ക് വഴിപാട് ചെയ്യണ്ടേ നാഗരശാല കേട്ടോ. മണ്ണാറശാലിലോ വെടിക്കോട്ടോ പോകണം. എവിടെ പോയാലും കുഴപ്പമില്ല. എവിടെ ചെന്നാലും നാഗരെ കൈ എടുത്ത് കൊള്ളണം, മുട്ടുപൊക്കും. നാഗര അമ്മയുടെ ഗർഭത്തിൽ ഭൂമിയിലോട്ട് വീഴുമ്പോൾ നാഗര് ഭൂമിയെ കറങ്ങുമ്പോൾ നമ്മളെ ചോദിക്കുന്നു. ആ നാഗര മരണകാലം വരെ നമ്മുടെ അച്ഛനും അമ്മയും മാതാവും പിതാവും നാഗരാണ് കേട്ടോ. അവിടെ ചെയ്യണം. ദേഹം ശരീരം ക്ഷേത്രമാണ്. ക്ഷേത്രജ്ഞൻ ആത്മാവാണ്. ആത്മാവ് ഈശ്വരനാണ്. അത് നാഗര. ചെല്ലമ്മ അമ്പലത്തിലൊക്കെ പോവായിരുന്നോ? ഏതൊക്കെ അമ്പലത്തിൽ പോയിട്ടുണ്ട്? ദൂരെ പളനി പോയിട്ടുണ്ടോ? ഞാൻ പോയിട്ടുണ്ടോ? പിന്നെ 2 പ്രാവശ്യം ഞാൻ പളനിയിൽ പോയിട്ടുണ്ട്. ശബരിമല, ഗുരുവായൂര്. ഗുരുവായൂർ പോയിട്ടുണ്ടോ? പോയിട്ടുണ്ടോ? ഞാൻ ഗുരുവായൂർ പോയി കുളത്തിൽ കുളിക്കും. ഗുരുവായൂരും പളനിയിലും ശബരിമലയും ശിവഗിരി ഈഴവരുടെ ഒരു സ്ഥാനം. ഗുരുസ്വാമി ശിവനാണ്. ഞാൻ ഈഴവരുടെ ഒരു സ്ഥാനം ശിവഗിരി. ശബരിമല പോയിട്ടുണ്ടോ ചെറുപ്പത്തിൽ? ഞാൻ ശബരിമല പോയിട്ടുണ്ട്. ശബരിമലയിൽ പോയിട്ടുണ്ട്, ശിവഗിരി പോയിട്ടുണ്ട്, പളനിയിൽ പോയിട്ടുണ്ട്. ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. ഞാൻ ശബരിമലയിൽ പോയിട്ടുണ്ട്, പളനി പോയിട്ടില്ല. പളനി ഞാൻ പോയിട്ടുണ്ട്. പളനി നമുക്ക് എപ്പോൾ വേണമെങ്കിലും പോകാം. ദേവസേനാപതിയാണ്. ശ്രീമുരുകൻ ദേവസേനാപതിയാണ്. അദ്ദേഹം ഇരിക്കുന്ന സ്ഥാനമാണ് പളനി. ചന്ദ്രൻ ഒരു പാട്ട് പാടും. ഒരു പാട്ട് പാടും. നാഗരാജാവേ അറിയാവുന്ന ഓർമ്മയുള്ള ഒരു പാട്ട് പാടും. നാരായണ ഗുരുസ്വാമി നാരായണ ഗുരുസ്വാമി എൻ്റെ ദൈവം. നാരായണ ഗുരുസ്വാമി ഭഗവാൻ ശ്രീനാരായണ ഗുരുസ്വാമി വർക്കലേ വാഴുന്ന ശ്രീനാരായണ ഗുരുസ്വാമി. ഇത് ഞങ്ങളുടെ ദൈവമാണ് കേട്ടോ. വർക്കലേ വാഴുന്ന നാരായണ ഗുരുസ്വാമി വർക്കലേശ്വരി ശാരദേവ. ഞങ്ങളുടെ ദൈവം ശ്രീനാരായണ ഗുരുസ്വാമിയാണ്. എല്ലാ ജനങ്ങളും തള്ളപ്പെട്ടവരായ ഞങ്ങൾ ഈഴവരാണ്. SNDP. ഞാൻ SNDP ആണ്. ഞങ്ങളെ ഞങ്ങളെ ക്ഷേത്രത്തിൽ കയറ്റി വരുമായിരുന്നേ. ക്ഷേത്രത്തിൽ കയറ്റി ഗുരുസ്വാമിയുടെ കാലത്താണ് ക്ഷേത്രത്തിൽ കയറ്റത്തിൽ അടിഭേദം മതദോഷം ഏതുമില്ലാതെ സോദരേന വാഴുന്ന മാതൃസ്ഥാനമാണിത്. SNDP. ചെല്ലമ്മേ ഒരു പാട്ട് പാടിയോ? ചെല്ലമ്മേ അറിയാവുന്ന ഒരു പാട്ട് പാട്. എന്തോ അറിയാൻ ഒരു പാട്ട് ഒരു പാട്ട് പോയിട്ടില്ല. പാട്ടില്ല. ഏതെങ്കിലും അറിയാവുന്ന ഒരു പാട്ട് പാട്. അറിയാവുന്ന ഒരെണ്ണം പാട്. ഞാൻ SNDP ആണ്. ഞാൻ വർക്കല പോയിട്ടുള്ളതാണ്. ഒരാളാണ് മോളെ എനിക്കറിയാം. ഒന്നുമില്ല. ഒരു വർക്കലേശ്വരി ശാരദേ ഭാഗ്യമാൻ. ഞങ്ങളെ അമ്പലങ്ങളിലൊന്നും കേട്ടിട്ടില്ല. ഞങ്ങളെ ക്ഷേത്രത്തിലൊന്നും
അയ്യോ അമ്മ ഒന്നും കഴിക്കില്ല. ആര് പറഞ്ഞു ഉച്ചക്ക് ചോറുണ്ടായോ? ഉണ്ടോ ഉണ്ടോ അമ്മേ? ഇവിടുന്ന് ഞാനല്ലയോ വിളമ്പി തന്നെ? ഉണ്ട്, ഉച്ചക്ക് ഞാനല്ലയോ ഉച്ചക്ക് കറിയൊക്കെ വിളമ്പി തന്നെ. പായസം കുടിച്ച് ശ്രീനാരായണ ഗുരുദേവ ഒന്നും കഴിച്ചില്ല. ഓർമ്മക്കേടാ അതുകൊണ്ടാ. അവർക്ക് ഓർമ്മക്കറിയില്ലല്ലേ? എനിക്ക് ഓർമ്മ അതൊക്കെ പോയി. ഇവിടെ വന്നതിനും പറ്റും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇടയ്ക്കടി നടക്കുന്നുണ്ട്, പാട്ട് നടക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.